മുതിർന്ന മാധ്യമപ്രവർത്തകൻ സജീവൻ കൂടി നമുക്ക് ചേരുകയാണ്. സജീവൻ താങ്കൾ കേട്ടിട്ടുണ്ടാകണം, ഈ 3 പേരുടെയും വാദമുഖങ്ങൾ താങ്കൾ കേട്ടു. പക്ഷേ ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഇന്നലെ കെ.വി. തോമസിന് അയച്ച ഒരു കത്തിൽ നിന്നാണ്. നിത്യാനന്ദ റായ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അയച്ച കത്താണ്. ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ഒരു തീവ്രത ഈ വയനാട് ദുരന്തത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഈ BJP നേതാക്കളുടെ അടക്കം വാദം ഈ മാനദണ്ഡങ്ങൾ കൃത്യമായിരുന്നില്ല. നേരത്തെ പി ശ്രീകുമാർ തന്നെ പറഞ്ഞാണ് കൃത്യമായല്ല വിവരങ്ങൾ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ കൃത്യമായല്ല ഈ രേഖകൾ മെമ്മോറാണ്ടങ്ങൾ കൊടുത്തതല്ലെങ്കിൽ എന്തിനാണ് നിത്യാനന്ദ റായ് ഇങ്ങനെ ഒരു മറുപടി കൊടുത്തത്? നിങ്ങൾ പറയുന്നതിൽ ആ മാനദണ്ഡങ്ങളിൽ പെടുന്നതല്ല, ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല. ഇത് നമ്മൾ ഒരു കാര്യം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇത് ഇന്നലെയാണ് നിത്യാനന്ദ റായ് ഈ മറുപടി കൊടുക്കുന്നത്, അതായത് വയനാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന്. ഈ 10-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട മറുപടി, ഓഗസ്റ്റ് മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം കെ.വി. തോമസ് അവിടെ ചോദിക്കുകയും ചെയ്തത്. ഇവിടെ മറുപടി കൊടുത്തിരിക്കുന്നത് ഇന്നലെയാണ്, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കാര്യങ്ങൾ വളരെ വ്യക്തമാക്കണം. കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്നവരാണ് എല്ലാവർക്കും കൃത്യമായി മനസ്സിലാകുന്നുണ്ടല്ലോ ശ്രീ സജീവൻ. ഇല്ല, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രത്തിന് കഴിയില്ലെങ്കിലും കേരളത്തെ സഹായിക്കാൻ ഒരു പ്രയാസവും ഇല്ലല്ലോ. സഹായിക്കണമെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാതെ തന്നെ സഹായിക്കാം. അതാണ് ഇവിടെ ഗഗാരൻ ഉൾപ്പെടെ വസന്ത് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്. ആന്ധ്രയ്ക്ക് നൽകിയുള്ള സഹായം അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടല്ല. സംഭവം ഉണ്ടായി പിറ്റേ ദിവസം തന്നെ കേന്ദ്രം വാരിക്കോരി സഹായിച്ചു. അതിന് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ശരിയാണ്, കേന്ദ്രമന്ത്രി പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമുണ്ട്. 2005 ദേശീയ ദുരന്ത ആക്ട് അനുസരിച്ച്, നാഷണൽ കലാമിറ്റീസ് ആക്ട് അനുസരിച്ചിട്ട് ദേശീയ ദുരന്തമായിട്ട് നാഷണൽ കലാമിറ്റിയെ പ്രഖ്യാപിക്കാൻ കുറെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അത് എളുപ്പമല്ല. പക്ഷേ അത് എന്ന് വെച്ച് ഒരു തരത്തിലും സഹായിക്കില്ല. നിങ്ങളുടെ കയ്യിലുള്ള പൈസ ഇപ്പോ അതാണ് ഏറ്റവും വലിയ തമാശ. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ക്രൂരത എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടല്ലോ, അത് എടുത്ത് ചെലവഴിച്ചോളൂ. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പണം ചെലവഴിക്കേണ്ട ഉത്തരവാദിത്വം, പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാനത്തിനാണ് എന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത്. അത് വളരെ കടുത്ത ക്രൂരതയായി പോയി. നമ്മൾ ഈ തർക്കിക്കൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജൂലൈ 30 ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് 10 ദിവസത്തിനിടയിൽ ഇവിടേക്ക് വയനാട്ടിൽ എത്തിയിട്ടുള്ള പ്രധാനമന്ത്രി പറഞ്ഞ ആദ്യത്തെ കാര്യം, അതും പലരും സൂചിപ്പിച്ചു, ഏറ്റവും ഭീകരമായ ഒരു ദുരന്തമാണ് എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇവിടെയുള്ള ആളുകൾക്ക്, ഈ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക്, അതിന്റെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ നൽകാനോ അവരെ പുനരധിവസിപ്പിക്കാനോ ഒരു തരത്തിലും പണം പ്രശ്നമാകില്ല എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ അടുത്തുണ്ട്, അവർ ചെലവഴിക്കൊള്ളും എന്നല്ലല്ലോ അർത്ഥം. ഞങ്ങൾ തരും എന്ന് തന്നെയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഓഗസ്റ്റ് 10 കഴിഞ്ഞിട്ട് ഇപ്പോഴേ ദിവസം എത്ര എന്നുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇത്രയും കാലമായിട്ടും ഇപ്പോഴും പറയുന്നത് സംസ്ഥാനത്തിന്റെ കയ്യിൽ ഉള്ള കാശെടുത്തിട്ട് ദുരന്ത നിവാരണത്തിന് സാധാരണ രീതിയിലുള്ള ഫണ്ട്, ആ സാധാരണ ഫണ്ട് ഉപയോഗിച്ച് ചെലവഴിക്കട്ടെ എന്നാണ്. അത് വയനാട്ടില് ഈ ദുരന്തം, ഇത്രയും ഭീകരമായ ദുരന്തം ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ കേന്ദ്രം കൊടുക്കേണ്ട ഫണ്ടാണത്. ആ ഫണ്ട് ഇതിന് ചെലവഴിച്ചോട്ടെ എന്നല്ല. മാത്രമല്ല, ഈ പ്രൊജക്ഷൻ കൊടുത്തുള്ളത് ഇപ്പൊ നഷ്ടം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ പറഞ്ഞ 1500 കോടിയാണ്. 1500 കോടി ആവശ്യപ്പെട്ടിട്ട് ഇതാ ഇപ്പോഴും പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് ഉപയോഗിച്ച് 238 കോടി അതൊക്കെ ചെലവഴിച്ച് വേണ്ടത്ര എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വേണ്ടതിലേറെ പണമുണ്ടെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെയുള്ള ജനങ്ങളുടെ നേരെ നോക്കി കൊഞ്ഞനം കുത്തലാണ്. ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇപ്പൊ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചു. ഇത് ഈ ചർച്ച കേട്ടിട്ടായിരിക്കണം എന്നില്ല, മറ്റെന്തോ കാര്യത്തിനായിരിക്കും. അദ്ദേഹം എന്നോട് അദ്ദേഹത്തിന്റെ ഈ അനുഭവം പറഞ്ഞപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന് കരയാനും ചിരിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഒരു തീർത്തും നിർവികാരമായിട്ടാണ് അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത 23 ബന്ധുക്കൾ ഈ ദുരന്തത്തിൽ ഇല്ലാതായി. ഇദ്ദേഹത്തിന്റെ 2-3 ഏക്കറിൽ വരുന്ന ഏലത്തോട്ടം, ഏലം ഏതാണ്ട് വിളഞ്ഞു നിൽക്കുന്ന ഏലം, അത് പൂർണ്ണമായിട്ടും പോയി. അദ്ദേഹത്തിന്റെ വീട് പോയി. ആകെ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ മാതാവിനെ കോഴിക്കോട്ടേക്ക് അദ്ദേഹം താമസിക്കുന്ന
കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ട് എന്തോ ഭാഗ്യത്തിന് മാതാവ് നഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ അദ്ദേഹം പറഞ്ഞത്, ഈ വ്യക്തി പറഞ്ഞത്, ഇനി എല്ലാം പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം സാർ എന്നാണ്. അങ്ങനെ ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ പറയുമ്പോഴും എന്താണ് പറയുന്നത്, ചിരിക്കണമോ കരയണമോ സങ്കടപ്പെടണമോ എന്നുള്ള ഒന്നും മനസ്സിലാവാത്ത രൂപത്തിൽ പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഒരാളുടെ അല്ല, എത്ര ആളുകൾ, 400-ലേറെ ആളുകൾ മരിച്ചതായിട്ട് കണക്ക്, 108 പേരെ മറ്റേ കാണുന്നില്ല എന്നുള്ള കണക്ക്, ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, ഇപ്പോഴും ഭീകരമായ രൂപത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, വീട് ഒന്നുമില്ലാതായി കഴിഞ്ഞ എത്രയോ ആളുകൾ. ഇവരെയൊക്കെ ഈ 238 കോടി കൊണ്ട് പൊതിയണം എന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് കേന്ദ്രമന്ത്രിമാര് 2 പേര്, കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാർ തമ്പടിച്ചിട്ട് നോക്കിയതാണല്ലോ അവിടുത്തെ കാര്യങ്ങൾ. എന്നിട്ടും കേന്ദ്രത്തിന്റെ ഫണ്ട് എടുത്ത് ചെലവഴിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ദുരന്ത നിവാരണ സേന എവിടേക്ക് അയച്ചിട്ടുണ്ട്, പട്ടാളം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെന്ന് സ്ഥാപിക്കുകയാണ് വേണ്ടത്. നമ്മൾ നോക്കേണ്ട, നിങ്ങൾ സംസ്ഥാന സർക്കാരിനെയോ LDFനെയോ UDFനെയോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇവിടെയുള്ള ജനങ്ങള്, ഇത്രയും ആളുകൾ, 10,000-ഓളം ആളുകൾ ഇതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഇതുണ്ട്. 1000-ഓളം ആളുകൾ പോലും അതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ടായിട്ട് പോലും അവരുടെ കാര്യത്തിൽ ഓരോരുത്തരുടെയും നഷ്ടം എന്ന് പറയും, നമ്മൾ നഷ്ടക്കണക്ക് കൊടുക്കാൻ പറഞ്ഞ് ഈ നഷ്ടപ്പെട്ട ആളുകൾക്ക് പോലും അതിന്റെ നഷ്ടം എത്രയാണ് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നിട്ടല്ലേ നഷ്ടക്കണക്ക് കൊടുക്കേണ്ടത്. ഏതാണ്ടൊരു കണക്ക് വെച്ചിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ആളുകളെ മുഴുവൻ പുനരധിവസിച്ച് മാറ്റി പാർപ്പിക്കണമെങ്കിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഈ സ്ഥലത്തൊന്നും പറ്റില്ല, കുറെ കൂടി മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ അതിന് വരുന്ന ചെലവ് വളരെ കൂടുതലാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമ്മൾ ഇങ്ങനെ തർക്കിക്കുക, എനിക്ക് സങ്കടം തോന്നുന്നൊരു കാര്യം. ഈ ചർച്ചയുടെ ഇത്രയും ഭാഗം ഞാൻ സംസാരിക്കുന്ന തൊട്ടു മുമ്പുള്ള ഘട്ടം വരെ അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമാണ് തോന്നിയത്. നമ്മൾ ഇപ്പോഴും ഇതൊക്കെ വെച്ച് നിങ്ങൾ കൊടുത്തോ ഞങ്ങൾ കൊടുത്തോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമൊക്കെ ഉണ്ടാവാം, അത് വോട്ടാക്കി മാറ്റലോ അല്ലാതെയൊക്കെ ആവാം. പക്ഷെ ന്യായീകരിക്കുമ്പോഴൊക്കെ ഇത് കുറെ ആളുകളുടെ കണ്ണീർ പോലും പറ്റിപ്പോയൊരവസ്ഥയിലാണ് നമ്മൾ ഇത് സംസാരിക്കുന്ന കാര്യം ആദ്യം മനസ്സിലാക്കണം. ശരി, ശ്രീ സജീവൻ, താങ്കൾ പറഞ്ഞത് അതേ വൈകാരികത കൂടി കേരളത്തിലുള്ളവർക്ക്, ഇന്ന് ഈ ചർച്ചയിലിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്.